IPL 2026 സീസണിലെ ആവേശകരമായ പോരാട്ടങ്ങൾക്കിടയിൽ കായിക ലോകത്തെ ചർച്ചയാകുന്നത് ഡൽഹി ക്യാപിറ്റൽസ് പേസർ കെഎൽ ജാമിസണും രാജസ്ഥാൻ റോയൽസിന്റെ യുവവിസ്മയം വൈഭവ് സൂര്യവംശിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ്. വെള്ളിയാഴ്ച നടന്ന മത്സരത്തിൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവിനെ പുറത്താക്കിയ ശേഷം അനാവശ്യമായി പ്രകോപിപ്പിച്ച് ജാമിസണ് IPL അധികൃതർ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. IPL 2026 സീസണിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട നിമിഷങ്ങളിൽ ഒന്ന് അരങ്ങേറിയത് വെള്ളിയാഴ്ച നടന്ന രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടങ്ങൾക്കിടയിലായിരുന്നു. മത്സരത്തിന്റെ രണ്ടാം ഓവറിൽ ലോക ക്രിക്കറ്റിലെ തന്നെ കരുത്തുറ്റ പേസർമാരിൽ ഒരാളായ 31-കാരൻ കെഎൽ ജാമിസണും IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളിൽ ഒരാളായ 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം ആരാധകരെ ആവേശഭരിതരാക്കി. താൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ യാതൊരുവിധ സങ്കോചവുമില്ലാതെ ജാമിസണെ ബൗണ്ടറി കടത്തിക്കൊണ്ട് വൈഭവ് തന്റെ അസാമാന്യമായ പ്രതിഭയും ആത്മവിശ്വാസവും വെളിപ്പെടുത്തി. എന്നാൽ തൊട്ടടുത്ത പന്തിൽ കൃത്യമായൊരു യോർക്കറിലൂടെ വൈഭവിന്റെ വിക്കറ്റ് തെറിപ്പിച്ചുകൊണ്ട് ജാമിസൺ ശക്തമായി തിരിച്ചടിച്ചു. വിക്കറ്റ് നേടിയ ആവേശത്തിൽ മുതിർന്ന താരമെന്ന നിലയിലുള്ള പക്വത മറന്ന ജാമിസൺ പുറത്തായി മടങ്ങുകയായിരുന്ന കൗമാര താരത്തെ തുറിച്ചു നോക്കുകയും പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തത് നാടകീയമായ രംഗങ്ങൾക്ക് വഴിവെച്ചു. ഒരു യുവതാരത്തോടുള്ള ഈ അതിരുവിട്ട പെരുമാറ്റം കായിക മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന വിമർശനം ഉയരുകയും തുടർന്ന് IPL അധികൃതർ ജാമിസണ് കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. മത്സരത്തിന് പിന്നാലെ ഡൽഹി ക്യാപിറ്റൽസ് താരം കെഎൽ ജാമിസന്റെ പെരുമാറ്റത്തെക്കുറിച്ച് IPL ഗവേണിംഗ് ബോഡി ഗൗരവകരമായ അന്വേഷണം നടത്തുകയും താരം IPL പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. കളിക്കാരെ അപമാനിക്കുന്ന തരത്തിലുള്ള ആംഗ്യങ്ങളോ പ്രകോപനപരമായ പെരുമാറ്റമോ കാണിക്കുന്നതിനെതിരെയുള്ള ആർട്ടിക്കിൾ 2.5 പ്രകാരമാണ് ജാമിസൺ കുറ്റക്കാരനാണെന്ന് അധികൃതർ വിധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ താരത്തിന് കർശനമായ ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകിയതിനൊപ്പം തന്നെ ജാമിസണിന്റെ അച്ചടക്ക റെക്കോർഡിൽ ഒരു ഡെമെറിറ്റ് പോയിന്റും രേഖപ്പെടുത്തി. വരും മത്സരങ്ങളിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റം ആവർത്തിച്ചാൽ വലിയ പിഴയോ മത്സരങ്ങളിൽ നിന്നുള്ള വിലക്കോ നേരിടേണ്ടി വരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് ജാമിസൺ സമ്മതിക്കുകയും IPL മാച്ച് റഫറി പ്രഖ്യാപിച്ച ശിക്ഷാ നടപടികൾ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു. മുതിർന്ന ഒരു താരം കൗമാരക്കാരനായ ഒരു ബാറ്റ്സ്മാനോട് ഇത്തരത്തിൽ മോശമായി പെരുമാറിയതിനെതിരെ കായിക ലോകത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മുൻ താരങ്ങളും ക്രിക്കറ്റ് ആരാധകരും ഒരുപോലെ ജാമിസണിന്റെ പ്രവൃത്തിയെ വിമർശിച്ച് രംഗത്തെത്തി. മുൻ താരം പ്രിയങ്ക പാഞ്ചാൽ എക്സിൽ കുറിച്ച വാക്കുകൾ ഈ വിഷയത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 31 വയസ്സുകാരനായ കെഎൽ ജാമിസൺ 15 വയസ്സുകാരനായ ഒരു കുട്ടിയെ പുറത്താക്കിയ ശേഷം കാണിച്ച ഈ ആക്രോശം ഒട്ടും യോജിച്ചതല്ലെന്നും എന്നാൽ വൈഭവ് എന്ന ബാറ്റ്സ്മാൻ എതിരാളികളിൽ എത്രത്തോളം ഭയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സോഷ്യൽ മീഡിയയിലുടനീളം ജാമിസണിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. കരിയർ ആരംഭിക്കുന്ന ഒരു യുവതാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള ഇത്തരം പെരുമാറ്റങ്ങൾ IPL പോലൊരു വലിയ വേദിക്ക് അനുയോജ്യമല്ലെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സംഭവത്തോടെ വൈഭവ് സൂര്യവംശി എന്ന യുവതാരത്തിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിട്ടുണ്ട്. നിലവിൽ ഓറഞ്ച് ക്യാപ്പിനായുള്ള പോരാട്ടത്തിൽ ആദ്യ 5 സ്ഥാനങ്ങളിൽ തുടരുന്ന വൈഭവ് രാജസ്ഥാൻ റോയൽസിന്റെ വിശ്വസ്തനായ ബാറ്റ്സ്മാനായി മാറിക്കഴിഞ്ഞു. മെയ് 17 ഡൽഹിയിൽ വെച്ച് ഇരു ടീമുകളും വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ ജാമിസണ് വൈഭവ് ബാറ്റ് കൊണ്ട് മറുപടി നൽകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.